പത്രവിശേഷത്തിലേക്ക് എല്ലാ ABC പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പ്രധാനമായും പത്രങ്ങളിലെല്ലാം ഉള്ളത് രാജ്യസഭയിൽ വഖഫ് വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഈ ദീപിക ദിനപത്രമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ദീപിക ദിനപത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വഖഫിനെതിരെ ക്രൈസ്തവരെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് പല നിലപാടുകളും എടുത്തിരുന്നു. ഇതിലൊരു വാർത്ത വഖഫ് ഭേദഗതി ബില്ലിനെ പൂർണ്ണമായി എതിർക്കാതെ ജോസ് കെ മാണി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ജോസ് കെ മാണി വഖഫ് ബില്ലിനെ ഈ പൂർണ്ണമായിട്ട് എതിർത്തിട്ടൊന്നുമില്ല. ഇത് വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് വഖഫ് ബോർഡുകളുടെ സ്വേച്ഛാപരമായ ഭൂമി ഏറ്റെടുക്കൽ തടയുന്നതിനുള്ള പരിഷ്കാരങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി ജോസ് കെ മാണി രാജ്യസഭയിൽ പറഞ്ഞു. അതേസമയം സെൻട്രൽ വഖഫ് കൗൺസിലും വഖഫ് ബോർഡുകളിലും മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ അനുവദിക്കുന്ന വ്യവസ്ഥകളെ ശക്തമായി എതിർക്കുന്നതായും വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ജോസ് കെ മാണി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് കേരളം ഏറെ ശ്രദ്ധാപൂർവ്വം ഉറ്റുനോക്കിയതായിരുന്നു. കാരണം ജോസ് കെ മാണി ക്രൈസ്തവരുടെ പ്രതിനിധിയായിട്ട് ചെല്ലുന്നതാണ്. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ പാർട്ടിയാണെന്ന് കരുതുന്നുണ്ട്. മുനമ്പം വിഷയത്തിലടക്കം കേരള കോൺഗ്രസ് എങ്ങനെ നിലപാടെടുത്തതെന്നൊക്കെ ഉള്ളത് കേരളീയ സമൂഹം ചർച്ച ചെയ്തതാണ്. അത്തരത്തിലുള്ള വാർത്ത മറ്റു പത്രങ്ങൾ കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ട്. മാതൃഭൂമിയിൽ ഈ വാർത്ത കൊടുത്തിട്ടുള്ളത് വഖഫ് പ്രവർത്തിക്കുന്നത് ഏകാധിപത്യത്തോടെ എന്നുള്ള രീതിയിലാണ്. എനിക്കതിലെന്തോ ഒരു വ്യക്തത തോന്നി. ഇപ്പൊ ഈ പറഞ്ഞ കാര്യമായിട്ട് ബില്ലിനെ എതിർക്കാൻ ചേർന്ന, ഇങ്ങനെയാണ് കേട്ടോ വാർത്ത, ബില്ലിനെ എതിർക്കാൻ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലടക്കം പങ്കെടുത്ത ജോസ് കെ മാണി. തുടക്കം അങ്ങനെയാ. വഖഫ് ബോർഡ് തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാമെന്ന വ്യവസ്ഥ പ്രതീക്ഷയുള്ളതാണെന്ന് പറഞ്ഞു. അതായത് രണ്ട് തോണിയിലും കാലിട്ടുകൊണ്ട് നിൽക്കുന്ന പോലെ അങ്ങനെ തോന്നുന്നു. അതെ, ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്നുണ്ട്, അതായത് വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തു, പക്ഷേ പൂർണ്ണമായി എതിർത്തില്ല. അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാതെ ചില ആളുകളെ കൂടി ഈ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ വഖഫ് ബോർഡിനുള്ള അധികാരം ആരുടെ വസ്തുവും വഖഫ് ആണെന്ന് തോന്നിയാൽ പിടിച്ചെടുക്കാം എന്നുള്ളതാണ്. അത് ഹിന്ദുവിൻ്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനിയുടെ ആയിക്കോട്ടെ, അല്ലെ പാഴ്സിയുടെ ആയിക്കോട്ടെ, അങ്ങനെ ആരുടെ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അംഗങ്ങൾ മുഴുവൻ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുക എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് മറ്റു സമുദായത്തിൽപ്പെട്ട, അത് ചിലപ്പം വിരമിച്ച ന്യായാധിപനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെക്നോക്രാറ്റായിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ള മറ്റ് മേഖലയിൽ നിന്നുള്ളവരായിരിക്കാം. അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പിന്തുണ വേണം എന്നുള്ള ഒരു രീതിയിലാണ്, അതാണ് ജോസ് കെ മാണി പറയുന്നത്. അത് പാടില്ല, അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുന്നു. അതായത് തൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് എം വഖഫ് ബോർഡ് തീരുമാനങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാമെന്ന ബില്ലിലെ വ്യവസ്ഥയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. അതായത് ഈ വഖഫ് ബോർഡ് തീരുമാനങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും. അതായത് മുസ്ലിം ലീഗിൻ്റെ നേതാവായ ഹാരിസ് ബീരാനുണ്ട്, മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭയിൽ MP ആണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത് ഒരു പക്ഷേ ബില്ല് പാസ്സായാൽ പോലും ഞങ്ങൾ ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യും. അപ്പം മുനമ്പത്തെ ജനങ്ങൾ വന്ന് നിലപാടെടുത്ത ഇതാ, എന്തിനു വേണ്ടിയിട്ട്? വഖഫിന് വേണ്ടിയിട്ട്. ഇവരുടെ കോടതിയിൽ പോകുന്ന പോലെയാണ് ഞങ്ങളും പോയത്. ഞങ്ങളുടെ വസ്തുക്കൾ, ഞങ്ങളുടെ വീട്, ഇതൊക്കെ നഷ്ടമാകുന്നതിനെതിരെ ഒരു ഭരണഘടന ഉറപ്പുവരുന്ന സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണമെന്നാണ്. ഇപ്പോൾ ഇവിടെ പറയാണ്, മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കുന്നോ അതിനെ ഞങ്ങളും പിന്തുണയ്ക്കുമെന്ന് പരോക്ഷമായി ജോസ് കെ മാണി പറയുക. അപ്പോൾ ജോസ് കെ മാണി നിൽക്കുന്ന മുന്നണി ഏതാ? LDF-ൻ്റെ നിലപാടും വഖഫിലെ നിയമ ഭേദഗതികൾ ഉണ്ടാവരുതെന്നാണ്. UDF-നും അത് തന്നെയാണ്. അപ്പം ഇന്നലെ വരെ മുസ്ലിം ലീഗിനൊപ്പം നിന്നിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നിലപാട് ഇന്നും അതുതന്നെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പത്രത്തിലെ വാർത്ത. ഇത് തന്നെ മുനമ്പത്തെ ക്രൈസ്തവർ ഉൾപ്പെടെ വായിക്കുന്നതായിരിക്കില്ലേ? വായിക്കും. ഞാനൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം കേട്ടോ, മാതൃഭൂമി തന്നെ ഉള്ളതാണ്. ഞങ്ങളുടെ പാർട്ടി അവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ്. മുനമ്പത്തെ പോലെയും അതുപോലെയുള്ള സ്ഥലങ്ങളിലെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിയമം വഴി ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകാൻ ബില്ലിൽ മുൻകാല പ്രാബല്യം വേണം. ഇസ്ലാമിക നിയമപ്രകാരം ഉണ്ടാക്കിയ വഖഫ് ബോർഡ് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യണം. മുസ്ലിങ്ങൾക്ക് മാത്രമേ വഖഫിൽ സംഭാവന ചെയ്യാവൂ എന്ന വകുപ്പിനെയും അദ്ദേഹം എതിർത്തു. ഇവ രണ്ടും ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. എന്ത് തോന്നുന്നു? അപ്പോൾ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിയുടെ നിലപാടില്ലേ അവിടെ ഇവിടെ. ഇപ്പം നേരത്തെ മീര് പറഞ്ഞാൽ രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടിക്കൊണ്ടാണ്. കാരണം ഈ ക്രൈസ്തവരെ വഞ്ചിക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ പാടില്ല. ഒപ്പം അദ്ദേഹം നിൽക്കുന്ന മുന്നണി LDF മുന്നണിയുടെ നിലപാട് എന്താ? വഖഫിന് നിയമ ഭേദഗതി ഉണ്ടാകരുതെന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടിടത്ത് നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകണം. ഇനി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ കേരള കോൺഗ്രസ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകില്ല. അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ ഇവിടെയും വല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഈ ദീപികയിലെ വാർത്ത തുടരുന്നുണ്ട്. രാജ്യം എപ്പോഴും മതങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കിയിരുന്നുവെന്നും എന്നാൽ ഈ സന്തുലനത്തെ തകർക്കാനുള്ള ജനാധിപത്യ വിരുദ്ധ ശ്രമങ്ങളെ പ്രതിരോധിക്കണമെന്നും ജോസ് കെ മാണി പറയുന്നുണ്ട്. ഈ ഭേദഗതി കൊണ്ട് മുനമ്പത്തെയും സമാനമായ മറ്റിടങ്ങളിലെയും പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു.
ഭേദഗതിയിലൂടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ ഭേദഗതിയിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് മന്ത്രി ഉറപ്പ് നൽകണം. അപ്പം മുനമ്പത്തെ പ്രശ്നം ഒരു പരിഹരിക്കാനായിട്ട് പലരും സമരം ചെയ്യുന്നു, പലരും പല നിലപാടെടുക്കുന്നു. അന്നൊന്നും ഈ ജോസ് കെ മാണിയെ നമ്മൾ കൂടെ കണ്ടില്ല. ഇപ്പം പറയുകയാണ് മന്ത്രി ഉറപ്പ് നൽകണമെന്ന്. തുടരുന്നത്, ഈ ഭേദഗതി കൊണ്ട് മുനമ്പത്ത് മാത്രമല്ല സമാനമായ മറ്റിടങ്ങളിലെയും പ്രശ്നം പരിഹരിക്കാം. അപ്പം മുനമ്പത്തെ ഒരു പ്രശ്നം വെച്ചിട്ടാണല്ലോ ഇത് പറയുന്നത്. അങ്ങനെയല്ല, ഞാനിത് ജനറലായിട്ട് പറയുകയാണ് എന്ന് അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പം ഞാൻ നേരത്തെ വായിച്ച വാർത്ത മാതൃഭൂമിയിലും പോയിട്ടുള്ളത്. എന്താ തോന്നുന്നത്, ദീപിക കൊടുത്തത് പോസിറ്റീവായിട്ടാണോ അല്ല? ദീപിക പോസിറ്റീവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദീപിക ജോസ് കെ മാണിയുടെ നിലപാടിനെ തുറന്നു കാണിക്കുകയാണ്. അതായത് മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥ ബില്ലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിൽ ട്രൈബ്യൂണലുകളുടെയും കോടതികളുടെയും പരിഗണനയിലുള്ള കേസുകളിൽ ഇത് ആശ്വാസം നൽകുന്നില്ല. നിലവിലുള്ള കേസുകളിലേക്ക് കൂടി നീളുന്ന വ്യവസ്ഥയില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പരിഹാരം സാധ്യമല്ല. അതുകൊണ്ട് നിയമപരമായ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല, ഇനിയും പ്രശ്നങ്ങളുണ്ട്, എല്ലാ പ്രശ്നവും പരിഹരിക്കുവാനും ഞാൻ ഇതിനോട് യോജിച്ചേനെ എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. അപ്പോൾ ഈ ക്രൈസ്തവരുടെ അടുത്ത് നാളെ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഈ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാട് എന്താണെന്ന് അവർ ചോദിക്കും. അന്ന് നിങ്ങൾ മുനമ്പം പ്രശ്നത്തിൽ ഈ നിലപാടെടുത്തില്ലല്ലോ, അന്ന് ജോസ് കെ മാണി ഒരു എക്സ്ക്യൂസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതുകൊണ്ട് സംസാരിച്ചു. പക്ഷേ മുനമ്പത്തെ മാത്രമല്ലല്ലോ പ്രശ്നം, മറ്റിടങ്ങളിലെ പ്രശ്നം പരിഹരിക്കണമല്ലോ. അതാണ് ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാമെന്ന ഒരു ഭേദഗതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിനൊരു അവസരമുണ്ട്. അതിനെ ജോസ് കെ മാണി സ്വാഗതം ചെയ്യാണ്. പക്ഷേ മുനമ്പത്തെ ജനങ്ങൾക്ക് അത് താല്പര്യപ്പെടില്ലല്ലോ. അല്ല, ഭേദഗതി ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞിരുന്നല്ലോ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രൈബ്യൂണലിന് മാത്രമാണ്. അതിപ്പം ഇന്ന് ഭേദഗതിയിൽ ലോക്സഭയിൽ പറഞ്ഞതാണ് ഹൈക്കോടതിക്ക് ഇടപെടാമെന്ന്. അതിനെയും സ്വാഗതം ചെയ്തു. അതായത് ഹൈക്കോടതിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ചിലത് ഞാൻ അംഗീകരിക്കില്ല. അതെ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇനി നിലവിൽ വഖഫ് ബോർഡുകൾ ശക്തമായ സ്വയംഭരണാവകാശത്തോടെയാണ് നിലകൊള്ളുന്നതെന്നും ഏത് ഭൂമിയും വഖഫാക്കി മാറ്റാനുള്ള അധികാരം അവർക്കുണ്ടെന്നും ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടി. വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചതുകൊണ്ട് 610 കുടുംബങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിലാണെന്ന് എം പി പറഞ്ഞു. ഇതാണ് റിയാലിറ്റി. അതായത് നിലവിൽ വഖഫ് ബോർഡുകൾ ഒരു ശക്തമായ സ്വയംഭരണാവകാശമുണ്ട്. കാരണം ഒരിക്കൽ അത് വഖഫ് ഭൂമിയാണെന്ന് തോന്നിയാൽ അവർക്കത് ഏറ്റെടുക്കാം. ഇതിനുള്ള ഒരു അവകാശം നിയമം അവർക്ക് അനുകൂലമാണ്. മാത്രമല്ല ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ ചോദ്യം ചെയ്യണമെങ്കിൽ ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്. അവിടെ പോയി പരാതി സമർപ്പിക്കാം. ഈ വഖഫ് ട്രിബ്യൂണലിലുള്ളതെല്ലാം തന്നെ ഇസ്ലാം മതത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊരിക്കലും മറ്റു മതങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ജോസ് കെ മാണി പ്രത്യക്ഷമായി അത് സമ്മതിക്കുകയാണ്. നിലവിൽ ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഞാൻ അന്നതിനെ എതിർത്തില്ലല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഞാൻ ലോക്സഭയിലും രാജ്യസഭയിലും ഇതൊക്കെ ബില്ല് ചർച്ചയ്ക്ക് വരുമല്ലോ, അന്ന് ഞാൻ എതിർക്കാനിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കിടന്ന് ഉരുളേണ്ടി വരും. കാരണം ഈ കേരള കോൺഗ്രസിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയം, പാല മേഖലകളിലാണ്. അവിടെ കഴിഞ്ഞ തവണ ഈ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇടതുമുന്നണിക്ക് പലയിടത്തും സീറ്റ് കിട്ടിയത്. പക്ഷേ അതിനനുസരിച്ചുള്ള തൃപ്തിയൊന്നും കേരള കോൺഗ്രസിന് ലഭിച്ചില്ല. കാരണം എന്താ വെച്ചാൽ പല മുനിസിപ്പാലിറ്റികളിലും വിജയിക്കാത്ത തലങ്ങളിലൊക്കെ തന്നെ ഇടതുമുന്നണിക്ക് വിജയിച്ച് കയറാൻ പറ്റി. അന്ന് ഈ കേരള കോൺഗ്രസ് എന്താ നിലപാടെടുത്തത്? ഞങ്ങൾ ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്, കെ എം മാണിയുടെ പാർട്ടിയാണ്. ആ പാർട്ടി ഇടതുമുന്നണിക്കൊപ്പം ചേരുമ്പോൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ശരി, അത്തരം നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ CPM പ്രവർത്തകരും കേരള കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിയുണ്ടായി. കേരള കോൺഗ്രസ്സുകാർക്ക് CPM കണ്ടുകൂടാ, CPMകാർക്ക് കേരള കോൺഗ്രസിൻ്റെ നേതാക്കളെ കണ്ടുകൂടാ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കാലങ്ങളായി ഇവർ തമ്മിൽ ശത്രുതാപക്ഷത്തായിരുന്നു നിൽക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഈ ഒരു അടുപ്പമുണ്ടായത്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ കാര്യങ്ങൾ ഉന്നയിച്ച് ഇവർ വോട്ട് ചോദിച്ച് ചെല്ലുമല്ലോ. അന്ന് അവിടുത്തെ ക്രൈസ്തവർ എങ്ങനെ പെരുമാറും, എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല. ഈ വാർത്ത എൻ്റെ ചെയ്ത് എങ്ങനെയാണ്, യഥാർത്ഥ വഖഫ് നിയമത്തിലെ നീതിരഹിത വ്യവസ്ഥകളെ എതിർക്കുന്ന മതനേതാക്കളുടെയും ബിഷപ്പുമാരുടെയും നിലപാടിനൊപ്പമാണ് താനെന്ന് ജോസ് കെ മാണി പറയുന്നു. അപ്പോൾ അവസാനമായിട്ട് പറയുകയാണ് ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെയാണ് എന്ന്. നിലവിൽ വഖഫ് ബോർഡുകൾ ഭൂമി തങ്ങളുടേതെന്ന് അവകാശപ്പെടുമ്പോൾ വഖഫ് ട്രിബ്യൂണലുകളെ മാത്രമേ സമീപിക്കാൻ സാധിക്കുന്നുവെന്നും ഇവർ മിക്കവാറും ബോർഡുകൾക്ക് അനുകൂലമായാണ് വിധി നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ജോസ് കെ മാണി പറഞ്ഞു നിർത്തുന്ന ഇത് തന്നെയാണ്, യഥാർത്ഥ വഖഫ് നിയമത്തിലെ നീതിരഹിത വ്യവസ്ഥകളെ ഈ മതനേതാക്കളുടെയും അതിലെ ബിഷപ്പുമാരുടെയും നിലപാടുകൊണ്ട് എതിർക്കുന്നുണ്ട്. അപ്പം ബിഷപ്പുമാർക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വഖഫ് ബില്ലിൽ ഭേദഗതി വരുത്തണമെന്ന് പറയും. എന്നിട്ട് മറുവശത്ത് എന്ന് പറയുന്നു ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് ഞങ്ങൾ പറയുന്നു. അപ്പം ജോസ് കെ മാണിയുടെ നിലപാട്
ഉടനെയാണ് ഈ ദീപിക പത്രം തുറന്നു കാണിച്ചത്. അപ്പോൾ മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദീപിക ഇത് കാണിക്കാൻ കാരണം എന്നറിയോ, ഈ വഖഫ് പ്രശ്നത്തിൽ ഏറ്റവും അധികം ലേഖനങ്ങൾ എഴുതിയത്, മുഖപ്രസംഗം എഴുതിയത്, ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊണ്ടത് കേരളത്തിൽ ഏക പത്രം എന്ന് പറയുന്നത് ദീപികയാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലല്ല, പകരം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിക്കുകയും അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാട്ടുകയുമാണ് ചെയ്തത് അല്ലേ? മറ്റു പത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ വൈഡായിട്ട് ദീപിക കവർ ചെയ്തു. അതെ, അപ്പോൾ ദീപികയിലെ ഈ വാർത്തയാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.